ഞാനിവിടെ വന്ന് റൈസിങ് വിത്ത് കൈൻഡ്നസ് എന്നുള്ള പ്രോഗ്രാമാണ്, യൂത്ത് പ്രോഗ്രാമായിരുന്നു. ഇന്നലെ നാഷണൽ യൂത്ത് ഡേ ആയിരുന്നു. ഏകദേശം 600ഓളം കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്, പല പല യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ഓൾ ഇന്ത്യ. അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. അത് ഇനോഗ്രേറ്റ് ചെയ്യാനാണ് ഞാൻ വന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ദാജി ഉണ്ടായിരുന്നു, ദാജിയുടെ മെഡിറ്റേഷൻ സെഷൻ ഉണ്ടായിരുന്നു, മറ്റ് സ്പീക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ കനാശാന്തി വനത്തിൽ പല സ്ഥലത്തും നടന്നു. ഇവിടുത്തെ മൊത്തം ഒരു വലിയൊരു ക്യാമ്പസാണിത്. അപ്പോൾ ഇവിടെയുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ, ഇവിടെ നടത്തിയിട്ടുള്ള ലേ ഔട്ട്, കൃഷിയും മറ്റു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, റെസ്റ്റോറേഷൻ, നാച്ചുറൽ റിസോഴ്സസിനെ റിവൈവ് ചെയ്യുക, ഗ്രൗണ്ട് വാട്ടർ, ഫാമിങ്, എൻഡേഞ്ചേർഡ് സ്പീഷീസിനെ, പ്രത്യേകിച്ചും പ്ലാന്റ്സിനെ തിരിച്ചു കൊണ്ടുവരിക, അതിനുള്ള നഴ്സറികൾ, അതുപോലെ സൊസൈറ്റിയുമായിട്ടുള്ള എൻഗേജ്മെൻറ്റുകൾ, ഇവിടെ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കാണാനും കഴിഞ്ഞു. മാത്രമല്ല ഹാർട്ട്ഫുൾനെസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കുന്ന മെഡിറ്റേഷൻ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി 2-3 സെഷനുകളിൽ പങ്കെടുക്കാനൊക്കെ കഴിഞ്ഞു. എന്തായിരുന്നു ഒരു പെട്ടെന്നൊരു ഇംപ്രഷൻ എന്താണ് തോന്നിയത്? പെട്ടെന്ന് തോന്നി ഇതൊരു നല്ല കമ്മ്യൂണിറ്റി ഐഡിയയാണ്. ഒന്ന്, ഇതിനൊരു പർപ്പസ്, പ്രത്യേകിച്ചും ദാജി, ഈ ഹാർട്ട്ഫുൾനെസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗൈഡായിട്ടുള്ള ദാജിയുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ തോന്നിയത് ഇത് ഒരു ഐഡിയൽസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഐഡിയൽ നോക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായതാണ് പറയുന്നത്. ഒന്ന്, ഇന്നത്തെ കോംപ്ലക്സ് സിറ്റുവേഷനിൽ മെഡിറ്റേഷൻ മാത്രമാണ് ഒരു വഴി. അതും ഹാർട്ട്ഫുൾനെസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സജസ്റ്റ് ചെയ്യുന്ന മെഡിറ്റേഷൻ വിത്ത് ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഐഡിയ അനുസരിച്ചിട്ടുള്ള ഒരു മെഡിറ്റേഷൻ പോസ്റ്റിലൂടെ മാത്രമേ നിങ്ങളുടെ ഹ്യൂമൻ കോൺഷ്യസിൻ്റെ അടുത്ത തലങ്ങളിലേക്ക് യാത്ര ചെയ്യാനാവൂ എന്ന് അദ്ദേഹം പറയുന്നു. അതിനുവേണ്ടി ആളുകളെ പ്രിപ്പയർ ചെയ്യുക, അതിനൊപ്പം തന്നെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് ലിവിങ് കണ്ടീഷൻസ് ഉണ്ടാക്കുക, അതുകൊണ്ട് ഇരിക്കുന്ന ചുറ്റുവട്ടത്ത്. ഈ 2 ലക്ഷ്യങ്ങളെ ചേർത്തുകൊണ്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതെനിക്ക് ഇമ്പ്രസീവായിട്ടുള്ള ഒന്നായിട്ടാണ് തോന്നിയത്.